സുഹൃത്തുക്കളെ നമസ്കാരം. കട്ടൻ ചായ 158 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4403 പേരായതിൽ സന്തോഷിക്കുന്നു. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. എങ്കിൽ അടുക്കളയ്ക്ക് പോകാം. ഇപ്പം നമ്മൾ അടുക്കളയിൽ കാണുന്ന സിറ്റുവേഷൻ ഇതാണ്. അടുക്കളയിൽ സാധനങ്ങളെല്ലാം സാധാരണ നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ചെറിയ ബൗളുകളിൽ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടിംഗ് ബോർഡിലാണ്, ടീക്ക് വുഡ് പെക്കറിൻ്റെ കട്ടിംഗ് ബോർഡ്, അതായത് തെക്കൻ ഉണ്ടാക്കിയിട്ടുള്ള കട്ടിംഗ് ബോർഡിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിലാണ് ഇന്ന് പാചകം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ചായയാണ്. ഈ ചായപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് അത് ലോങ് ലീഫ് ടീ ആണ്. നെക്സ്റ്റ് ഐറ്റം ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്, അതായത് പഞ്ചസാര രഹിത മധുരം. ഇത് നമ്മൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കറുവാപ്പട്ട, അതിൻ്റെ പൊടി നമ്മുടെ കയ്യിലുണ്ട്. സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് മേടിച്ചാണത്. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്മിങ് ഏലക്ക സാമ്പിൾ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഏലക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് വേറെ ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതാ വരുന്നുണ്ട്. ഇഞ്ചി നമ്മൾ പ്രത്യേകം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇഞ്ചിയും കറുവാപ്പട്ടയും ഏലക്കായും അങ്ങനെ 3 സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇപ്പം 2 ഗ്ലാസ് വെള്ളം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചെരുവൻ വേണമല്ലോ. ആ ചെരുവൻ ഇതാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇത് അനത്താനുള്ള പാത്രം, സ്റ്റൗ ദാറ്റ് ഈസ് ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ അതിൻ്റെ വർക്ക് അങ്ങ് തുടങ്ങും. ആദ്യം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് വെള്ളം കൊടുത്തു. ഓരോ ഗ്ലാസ് വീതം 2 ഗ്ലാസ് അളന്നൊഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്ലാസ്സും എടുത്ത് ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടണം. ഇഞ്ചി മുതൽ കറുവാപ്പട്ട വരെയുള്ള സാധനങ്ങൾ. ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക 3 എണ്ണം കാണാപ്പടം പഠിച്ചിരിക്കുകയാണ്. ഇഞ്ചി ഇട്ട് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഏലക്ക ഇട്ടു. കറുവാപ്പട്ടയുടെ പൊടി ഇടണം. കറുവാപ്പട്ടയുടെ പൊടി അത് സ്പൂൺ കൊണ്ട് കുഞ്ഞ സ്പൂൺ കൊണ്ട് ഒരു നുള്ള് ഇട്ടാൽ മതി. അപ്പം ചായയുടെ മസാലകളെല്ലാം ചായ മസാലകൾ എന്ന് പറയുന്നില്ല. മസാല ചായ നമ്മൾ പറയാറില്ലേ സാധാരണ. അതായത് ഈ 3 ഐറ്റം ഇടുന്നതിനാണ് മസാല ചായ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയാണ് ഹീറ്റർ അതെല്ലാം കൂടി ഇട്ടിട്ടാണ്. ഇത്തോളം വെച്ചാൽ സ്വല്പം വ്യത്യസ്തമായിട്ടാണ് എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് ഹീറ്റർ ഓൺ ചെയ്തത്. ഈ 60 നിന്ന് 58 ആകുന്ന വരെ 2 മിനിറ്റ് ഇത് വർക്ക് ചെയ്യും. തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇന്ന് അത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമുക്ക് വർത്താനം പറയാനായിട്ടൊന്നുമില്ല. അപ്പം വേറെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോകണം. അതുകൊണ്ട് ഇത് നമ്മൾ പോസിലിട്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പം 2 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഹീറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് എന്തിടണം തേയില ഇടണം. അത് തേയിലിട്ട് വെള്ളത്തിൽ തിളകുന്നു. അതിൻ്റെ നിയമം അനുസരിച്ച് മൂടി വയ്ക്കണത്. ഈ മൂടി വയ്ക്കുക എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു. നമ്മളത് വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു കൃത്യമായിട്ട്. അതിൻ്റെ ഈ കൂടിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ കവർ വിത്ത് എ ലിഡ് ആൻഡ് ബ്രൂ ഫോർ 3 to 5 minutes. അതായത് അടച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്, മറ്റേത് മീഡിയം, അതിൻ്റെ ഡാർക്ക്, അങ്ങനെ 3 പരിപാടി. ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള സിസ്റ്റം. ഇതിലേക്ക് നമുക്ക് ആ ഷുഗറിൻ്റെ പൊടിയുണ്ട്, ഷുഗർ ഫ്രീ സ്വീറ്റ്നറിൻ്റെ പൊടി, അതായത് മധുരം. അത് 2 കുഞ്ഞ് സ്പൂൺ ഇടുക. മഞ്ഞ സ്പൂണിന് 2 സ്പൂൺ ഇടുക. അപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിന് നല്ല മധുരമാകും. ഇത് നിങ്ങൾക്ക് ഇവിടെ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചായയിലും ഉപയോഗിക്കാം, മറ്റ് പലഹാരങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ഇത് നമുക്കിപ്പം ചായ ഇതിലേക്ക് എടുത്തൊഴിക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. 5 മിനിറ്റ് കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഷുഗറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്.
അപ്പോൾ തുറന്നു. ദാറ്റ് മീൻസ് 5 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ വന്നത്. നല്ല ഡാർക്ക് കളറായിട്ടുള്ള ചായയാണ്, നല്ല സുഗന്ധമാണ്. കറുവാപ്പട്ടയുടെ, ഏലക്കായുടെ, ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ചായ നല്ല സൂപ്പർ ചായയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വളരെ നിസ്സാര പരിപാടിയല്ല. ഞാൻ ഈ കാണിക്കുന്ന കോപ്രാന്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു പാത്രം എടുക്കുക, പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുക, വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് പോയി പൊടിയെടുക്കുക, പ്രശ്നം തീർന്നു. അപ്പോൾ എന്തായാലും നമ്മളത് അരിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ മധുരം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മധുരം അടിയിൽ കിടപ്പുണ്ട്, മഗ്ഗിൻ്റെ അകത്ത് മധുരം കിടപ്പുണ്ട്. അപ്പം മധുരം ഇട്ട ചായ റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 ഗ്ലാസ് ചായക്കുള്ള തയ്യാറെടുപ്പുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഗ്ലാസ് നമുക്ക് പിന്നീട് കുടിക്കാം. ഇത് നമ്മുടെ ഇനി നമുക്ക് ഈ 1 ഗ്ലാസ് ചായ അല്ലെങ്കിൽ 1 കപ്പ് ചായ നമ്മളുണ്ടാക്കി നമ്മളൊരു പ്രാർത്ഥനയായിട്ട് അലൈൻ ചെയ്യുകയാണിത്. അതാണ് ഈ ചായ കുടിക്കുന്നതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അതാണ് ഈ ചായയുടെ പ്രത്യേകത. ചായ എന്ന് പറയുന്ന എപ്പിസോഡ് അതായത് പരമ്പരയായിട്ട് തന്നെ നടക്കുന്ന 158 നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചായപാത്രം നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അപ്പുറത്തെ മുറിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതാ വന്നു. അത് ഇവിടെ എത്തി ടേബിളിൽ കൊണ്ട് വെച്ചു. ഇനി വളരെ ആദരവോടുകൂടി ചെയ്യുന്ന കാര്യമാണ് ബൈബിൾ എടുത്തുകൊണ്ട് വരണം. ബൈബിൾ അതായത് നമ്മൾ വളരെ ഭക്തിയോടുകൂടി ചെയ്യുന്നതാണ്. വളരെ സീരിയസ് ആൻഡ് ഭക്തിയാണ്. ഇതിനിവിടെ കളിതമാശയില്ല. ബൈബിൾ കൊണ്ട് വെച്ചു. അപ്പോൾ ഈ ബൈബിൾ നമുക്ക് എടുത്ത് നമ്മുടെ തോന്നിയ പോലെ വായിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് വേണ്ടി വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ 17-ാം തീയതിയിലെ ജൂലൈ 17-ാം തീയതിയിലെ വചനമാണ്. അതായത് ലൂക്ക 18-ാം അധ്യായത്തിൽ 10 മുതലുള്ള തിരുവചനങ്ങളാണ്. അതാണ് ഈ ബൈബിളിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. പക്ഷേ അത് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് വായിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയരും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ ഈ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, ഭാവിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. വചനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 10, 11, 12, 13, 14 എന്നീ തിരുവചനങ്ങളാണ്. കർത്താവെ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.